കഴിഞ്ഞ മെയ് മാസത്തിലാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറിയത്. ഈ വീട്ടിലേക്ക് താമസം മാറുന്ന ഒരു 10 ദിവസം മുമ്പാണ് നമ്മളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നത് കേട്ടോ. ഗൾഫിലേക്ക് പോകുന്ന മുമ്പേ നാട്ടിൽ ചെയ്തിരുന്ന ഒരു വർക്കാണ് പെയിൻറ്റിങ്. വീട് പണിയിൽ ബാലൻസ് ഉള്ളൊരു പണിയും കൂടി അതായിരുന്നു, പെയിൻറ്റിങ് ആയിരുന്നു. 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വന്നതിൻ്റെ ശേഷം പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞ് മൂപ്പരാൾ വന്നതിൻ്റെ ശേഷമാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ആ 10 ദിവസം കൊണ്ട് നമ്മളെല്ലാം തീർക്കണം. നമ്മൾ വീടിരിക്കുന്ന സമയത്ത്, അതായത് കുടിയിരിക്കുന്ന ആളുകളെ ക്ഷണിക്കാൻ ഇതിനൊക്കെ പോകാണ്ടായിരുന്നു. അതൊക്കെ അതിനിടയിൽ നടന്നു. അത്യാവശ്യം വലിയൊരു ഫാമിലിയാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ക്ഷണിച്ച എല്ലാവരും നമ്മളെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ട് റാഹത്തായിട്ട് തന്നെയാണ് നമ്മുടെ ആ വീടിൻ്റെ കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അന്നത്തെ വീഡിയോസോ ആ ഒരു സമയത്തുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ഫോട്ടോസ് നമ്മളെ കയ്യിലുള്ളായിരുന്നു. 14 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 15ാമത്തെ വർഷത്തേക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ ഒരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലായത്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. മുമ്പ് തറവാട്ടിലും ജീവിച്ചപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ, സ്വന്തമായിട്ടൊരു വീട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റിലായിട്ട് നമ്മളെ കൊച്ചു ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ലൈഫൊക്കെ എല്ലാവരും സ്വപ്നം കാണല്ലോ. പുതിയൊരു വീട്ടിലേക്ക് വന്ന് എല്ലാം ഒന്ന് അടുക്കി പൊറിച്ച് സെറ്റിലാക്കി വന്നപ്പോഴേക്കും 1 മാസം കഴിഞ്ഞ്. ആ 1 മാസം കൊണ്ട് നമ്മൾ അക്കുന് തിരിച്ചു പോകാനും സമയമായി. ഇങ്ങോട്ടേക്ക് വരാനെടുത്തൊരു സമയം അത്രയും ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള 1 മാസം എത്ര പെട്ടെന്ന് നമ്മളെ മുന്നിൽ കൂടെ കടന്നു പോയെന്നൊരു പിടുത്തമില്ല. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു തിരിച്ചു പോകുന്ന കാര്യത്തിൽ. അതായത് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വന്ന് ആ ഒരു വീടും ആ ഒരു ജീവിത രീതിയിലൊക്കെ എങ്ങനെയായാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ച് വരികയായിരുന്നു. അപ്പോഴേക്ക് തിരിച്ചു പോകാനുള്ളൊരു സമയമായി. നമ്മളെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയായാലും അവർ തിരിച്ചു പോകുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ആണുങ്ങൾക്ക് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്രാവശ്യത്തെ പോക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് ഞാനും മക്കളും തനിച്ചായില്ലേ തിരിച്ചു പോകുന്ന സമയത്ത്. മറ്റേ നമ്മൾ തറവാട്ടിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ ഉപ്പയും വീട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ. ഇട്ടെറിഞ്ഞ് പോകുമ്പോഴും ഒരു പ്രശ്നമില്ല, കാരണം കൂടെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ ഉള്ളിലുള്ള വിഷമം എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ വിഷമങ്ങൾ നമ്മളെങ്ങനെയായാലും അവരോട് പറയും, ഒരുപാട് കരയും. എന്നാലും എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. ആകെയുള്ളൊരു സമാധാനം സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി താമസിക്കാൻ കഴിഞ്ഞല്ലോ. ഒരുപാട് സ്വപ്നം കണ്ടൊരു സ്വപ്ന വീടാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി താമസിക്കാൻ കഴിഞ്ഞല്ലോ. അതോർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് വിഷമമാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാനും പോവാറുണ്ട്, എയർപോർട്ടിൽ കൊണ്ടുവിടാനും പോവാറുണ്ട്. അപ്പോൾ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു, നീ വരണ്ട, നീ ഇതുവരെക്കത്തെ പോലെയല്ല, ഇവിടുന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വരണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതല്ല, എനിക്ക് പോയേ പറ്റൂ. എന്താണെന്നറിയില്ല. എല്ലാവരും പറയും എങ്ങനെ പോകുന്നു, നമുക്കൊന്നും സഹിക്കില്ല, ഇറങ്ങുന്ന ദിവസം തന്നെ കാണാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ എൻ്റെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പോവും. എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് അത്രയും സമയം, അതായത് എയർപോർട്ടിൽ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ട്. അവരത്രയും സമയം അവരുടെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നൂടെ എന്ന് കരുതും ഞാനും പോവാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിനൊരു പാകപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ അവരുടെ കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വലിയൊരു സീനോ സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് അതാണ്. തിരിച്ച് നമ്മൾ വരികയാണ് വീട്ടിലേക്ക്. ഇതുവരെക്കത്തെ പോലെ അല്ല. ഇതുവരെക്ക് പറഞ്ഞാൽ നമ്മൾ തറവാട്ട് വീട്ടിലാണ്. കൂടുതൽ സമയം ഞാൻ തിരിച്ച് ഇതേപോലെ കൊണ്ടാക്കി വരുന്നത് നേരിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോവാറ്. ആ ഒരു തിരിച്ച് വരുന്ന ആ ഒരു റൂമിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണ്ട് കൊണ്ടാക്കുമ്പോൾ കൂടെ ഇറങ്ങി പോണ പോലെയല്ലേ തിരിച്ച് റൂമിലേക്ക് വന്ന് കയറുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതെന്താ വന്നാലും എന്താ പോലെ ആദ്യത്തെ പോക്കാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരും ഉണ്ടാവും. പക്ഷെ എനിക്കങ്ങനെയല്ല. തിരിച്ചാ റൂമിലേക്ക് വന്ന് കയറുമ്പോൾ അവർ ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന മുന്നേ വെച്ച ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇപ്പോൾ പറയുമ്പോഴും ഇടങ്ങേറുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, തിരിച്ച് വരികയാണ് വീട്ടിലേക്ക്. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് എന്താണ്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഫസ്റ്റുള്ളൊരു അനുഭവങ്ങളാണല്ലോ. തിരിച്ച് വന്ന് കയറുമ്പോൾ നമുക്ക് എങ്ങനെ ആവുമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ആരില്ലാത്തൊരവസ്ഥ വന്ന് കയറുമ്പോൾ തന്നെ ഉണ്ട്. നമ്മളെ വീട്ടിൽ ഉപ്പ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒറ്റക്കായി. ഉപ്പയുണ്ട് 1-2 ദിവസം നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് രാത്രി 1:30 മണിക്കാണ് ഇറങ്ങുന്നത്. ഒറ്റ ദിവസം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ മൂപ്പര് ഡ്യൂട്ടിക്ക് അവിടെ എത്തി.
ഒരു 8:30-9 ആയപ്പോഴേക്കും അവിടെ എത്തി. നേരെ പോകുന്നത് ഡ്യൂട്ടിക്കാണ്. അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീഡിയോ കോൾ വിളിച്ചു. കുറച്ച് സമയം രണ്ടാളും മൗനം പാലിച്ചു. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയില്ല, രണ്ടുപേർക്കും അറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. അങ്ങനെ പിന്നീട് എന്തോ ചോദിച്ച് ഞാനും എന്തോ പറഞ്ഞു. ആ ദിവസങ്ങളൊക്കെ അങ്ങനെ നമ്മളെ മുന്നിലൂടെ കടന്നുപോയി. എന്തായാലും അൽഹംദുലില്ലാ, കാരണം വരാൻ കഴിഞ്ഞു. വരാതെ വീട്ടിൽ താമസിക്കുന്നത് കാണാതെയും വരാതൊക്കെ പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ ജോലി ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ഇത് വരാനും കൂടാനും കാണാനും പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമല്ലേ. അതൊക്കെ ഓർത്ത് നമുക്ക് സമാധാനിക്കാം. ഇനിയും ഇതുപോലെ അവർക്ക് നല്ല റാഹത്തായിട്ട് നാട്ടിലേക്കും വീട്ടിലേക്കൊക്കെ തിരിച്ചു വരാനൊക്കെ പറ്റട്ടെ. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ ഏതൊരു പ്രവാസിക്കും. അതുപോലെ നമ്മൾ നാട്ടിൽ പണിയെടുക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. ബുദ്ധിമുട്ടില്ലാതെ ആർക്കും എന്താ പറയുക, അവരുടെ കുടുംബം പോറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പം നമുക്കും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.